കിനാവിലെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ഉച്ചക്കുള്ള ഭക്ഷണം കൂടി കഴിച്ചിട്ടാണ് വർഗീസ് സൂസന്റെ വീട്ടിൽ നിന്ന് പോവാനിറങ്ങിയത്. പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ എങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങി അയാളോട് റോയ്സ് ഒന്നുകൂടി വിളിച്ചു ചോദിച്ചു. ഇല്ലടാ, അതങ്ങനെ അങ്ങ് മറക്കുമോ ഞാൻ? എന്നെ അപമാനിച്ച് രസിക്കുന്നവനൊന്ന് കുടഞ്ഞിടാൻ കിട്ടുന്ന അവസരമല്ലേ, ഞാനത് വെറുതെ കളയോ? ക്രൂരത നിറഞ്ഞൊരു ഭാവമായിരുന്നത് പറയുമ്പോൾ വർക്കിയുടെ കണ്ണുകളിൽ റോയ്സും സൂസനും പരസ്പരം നോക്കി ചിരിയൊതുക്കി. ശേഷം അവരുടെ നോട്ടം തോമസിൽ തങ്ങി. ഗൂഢമായൊരു ചിരിയോടെ അയാൾ അവരെ നോക്കി. അകത്ത് പറഞ്ഞുറപ്പിച്ചൊരു പ്ലാൻ വർക്കിയിലൂടെ വിജയിപ്പിച്ചെടുക്കാമെന്നൊരൊറ്റ ഉദ്ദേശത്തോടെയാണ് അവർ അയാളെ യാത്രയാക്കിയതും. അവനെന്നെ അടിച്ചു, അതിനുള്ള പലിശ സഹിതം കൊടുക്കാതെ ഞാനെങ്ങനെ അടങ്ങിയിരിക്കും? വർക്കി കാറെടുത്തു പോയതും റോയ്സ് പകയോടെ പല്ലിയടിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ച. ഫോണിൽ നിന്ന് മീരയുടെ സ്വരം ഒഴുകി വരുന്നതറിഞ്ഞതും ഫൈസി ഒരു നിമിഷം ചെവി വട്ടം പിടിച്ച് കാതോർത്തു. അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് മീര ക്രിസ്റ്റിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അരികിലിരുന്ന് ആര്യനോട് ഉറക്കെ സംസാരിക്കുന്ന ഫൈസിയെ നോക്കി ക്രിസ്റ്റി വിളിച്ചു പറഞ്ഞു. നീ അത് സ്പീക്കറിട്ട് പറയണ്ടേ ക്രിസ്റ്റി, കുറച്ചുകൂടി കേൾക്കാൻ പറ്റുമല്ലോ. ഫൈസി പറഞ്ഞു. അവൻ പറഞ്ഞ പോലെ ചെയ്യുമ്പോഴും ക്രിസ്റ്റി അറിഞ്ഞിരുന്നില്ല അവനത് മനഃപൂർവ്വം ചെയ്തതാണെന്ന്. ആ മരപ്പെട്ടി എന്ന് നയിച്ച് ഇങ്ങനെ ഒച്ചയിടുന്നേ? സ്പീക്കറിൽ കൂടി ആദ്യം ഒഴുകിയെത്തിയ ചോദ്യം. ഫൈസി ചിരിയൊതുക്കി. നീ പോടി പിശാച്, അവനവൾ കേൾക്കാനായി വിളിച്ചു പറഞ്ഞു. ഓ, തുടങ്ങി രണ്ടും കൂടി. ഫൈസിയെ നോക്കി ക്രിസ്റ്റി കണ്ണുരുട്ടി. അവളെന്നെ മരപ്പെട്ടിയെന്ന് വിളിച്ചില്ല, നിനക്ക് പരാതിയൊന്നുമില്ലേ? ഫൈസി ക്രിസ്റ്റിയെ നോക്കി ചുണ്ടുകൂട്ടി. മീര വീണ്ടും എന്തോ പറയുന്ന കേട്ടതും ക്രിസ്റ്റിയുടെ ശ്രദ്ധ അങ്ങോട്ടേക്കായി. പോയത് മുതലുള്ള വിശേഷങ്ങൾ വള്ളി പുള്ളി വിടാതെ ക്രിസ്റ്റിയോട് പറയുന്നുണ്ട് അവൾ. അവനെല്ലാം മൂളി കേട്ടിരുന്നു. ഷാരി ആന്റി വിളിച്ചില്ലേ നീ? വിളിച്ചല്ലോ, അടുത്ത ദേവികേച്ചിയുടെ ഫോണിലേക്ക് വിളിച്ച്. മീര ഷാരിയുടെ കൈയുള്ള ഫോണും കൊണ്ടാണ് പോയത്. മതിയടാ, നാളെ രാവിലെ ഇങ്ങോട്ട് തന്നെയല്ലേ ആ പിശാച് വരുന്നത്, അപ്പോഴും പറയാനെന്തെങ്കിലും ബാക്കിയൊക്കെ ഉണ്ടേ? ഫൈസി വീണ്ടും ക്രിസ്റ്റിയെ നോക്കി പറഞ്ഞു. അവന് മീര എന്തോ ക്രിസ്റ്റിയോട് കലിപ്പിൽ പറയുന്ന കേട്ടതും അവന്റെ ചുണ്ടിൽ മധുരമായൊരു ചിരിയുണ്ടായിരുന്നു. വൈകുന്നേരം ക്രിസ്റ്റി വീട്ടിലെത്തുമ്പോൾ അസുഖകരമായൊരു മൗനം അവിടെ ആകെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എപ്പോഴത്തെയും പോലെയും താഴെയെങ്ങും ആരുമില്ല. കുളിച്ചു കഴിഞ്ഞാണ് അവൻ ചായ കുടിക്കാൻ ഇറങ്ങി വരാറുള്ളത്. സ്റ്റെപ്പ് കയറി അവൻ ചെല്ലുമ്പോൾ ദിൽനയുടെ മുറിയിൽ നിന്ന് ഡെയ്സിയുടെ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നി അവന്. ഒന്നുകൂടി കാതോർത്തിന്നപ്പോൾ സംഗതി തോന്നലല്ല, സത്യമാണെന്ന് അവന് ബോധ്യമായി. അറിയാതെ തന്നെ അവന്റെ നെഞ്ചിലൊരു മിന്നലാളി. ഇന്നലെ വൈകുന്നേരം ദിൽന വന്ന് കയറിപ്പോഴുള്ള അതേ സിറ്റുവേഷൻ ഒരിക്കൽ കൂടി അവന് മുന്നിലൂടെ പാഞ്ഞുപോയി. അങ്ങോട്ട് കടന്നു ചെല്ലണമെന്നും കാര്യം എന്താണെന്ന് അന്വേഷിച്ച് നോക്കണമെന്നും മനസ്സിൽ തോന്നിയെങ്കിലും അതടക്കിക്കൊണ്ടവൻ അവന്റെ മുറിയുടെ നേരെ നടന്നു. എന്നിട്ട് മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറും മുന്നേ ഒരിക്കൽ കൂടി ദിൽനയുടെ മുറിയുടെ നേരെ ഒന്ന് നോക്കിയിട്ടാണ് പോയത്. ഉള്ളിലെ ആദി എന്തിനോ വേണ്ടി പെരുകി വലുതാവുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. വാച്ചും വാലറ്റും ഷെൽഫിലേക്കും എടുത്തു വെച്ചിട്ട് അവൻ കുളിക്കാനൊരുങ്ങി. ഷർട്ട് അഴിച്ചു മാറ്റി. ബാത്റൂമിന്റെ വാതിൽ തുറന്നും ആരോ ഭയങ്കരമായി ഓക്കാനിക്കുന്ന ശബ്ദം കേട്ടതും അവനെ നെറ്റി ചുളിഞ്ഞു. വീണ്ടും അതിനേക്കാൾ വലിയ ശബ്ദത്തോടെ അതേ ശബ്ദം ഒന്നുകൂടി ആവർത്തിക്കുന്ന കേട്ടതും കയ്യിലുള്ള ടവൽ മേശപ്പുറത്ത് വെച്ചിട്ട് അവൻ പുറത്തിറങ്ങി. ഷർട്ട് അഴിച്ചു മാറ്റി ഒരു ഇന്നർ ബനിയനും പാൻറ്റുമാണ് അവന്റെ വേഷം. ദിൽനയുടെ മുറിയിൽ നിന്നാണ് ആ ശബ്ദം എന്ന് മനസ്സിലായതും പിന്നെയൊന്നും ഓർക്കാതെ അവൻ അങ്ങോട്ട് ചെന്നു. തുറന്നിട്ട വാതിൽക്കിലെത്തിയതും അവൻ കണ്ടിരുന്നു കുനിഞ്ഞിരുന്ന് ഓക്കാനിക്കുന്ന ദിൽനയെ. അവിടെ അരികിൽ പുറത്ത് തടവിക്കൊണ്ട് ഡെയ്സിയും. ദിൽനയെ നോക്കിയ ക്രിസ്റ്റി ഞെട്ടിപ്പോയിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഒരാൾക്ക് ഇത്ര മാറ്റം വരുമോ? അത്രയും കോലം കെട്ട് പോയിരിക്കുന്നു. എന്താ പറ്റിയത്? ചോദ്യത്തോടെ അവൻ അകത്തേക്ക് കയറി. അവനറിയാതെ തന്നെ ഡെയ്സിയുടെ നേരെ അവന്റെ ചോദ്യം എത്തി നിന്നു. കാലങ്ങൾക്ക് ശേഷം അവനൊന്നും ഇന്ത്യന്റെ സന്തോഷം മുഴുവനും ഉണ്ടായിരുന്നു ഡെയ്സിക്കപ്പോൾ. ശ്വാസം മുട്ടലോടെ അവർ അവനെ നോക്കി അനങ്ങാതിരുന്നു. ഡെയ്സിയുടെ മേലേക്ക് ചാഞ്ഞെടുക്കുന്നവളുടെ മുകളിലേക്ക് മറയുന്ന കണ്ണുകൾ ക്രിസ്റ്റി ഒരു കുതിപ്പിനവളെ പിടിച്ചു. കർത്താവേ! ആ ദേഹത്ത് കൈവച്ചതും ക്രിസ്റ്റി അറിയാതെ വിളിച്ചുപോയി. അത്രയും ചൂടുണ്ടായിരുന്നു അവൾക്ക്. എപ്പോൾ തുടങ്ങിയ പനിയാ? ഡെയ്സിയെ നോക്കി അവൻ വീണ്ടും ചോദിച്ചു. അവരാവട്ടെ കൊതി തീരുന്ന പോലെ അവനെ നോക്കി നിൽക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ആ നോട്ടത്തിലൊന്ന് പതറിപ്പോയെങ്കിലും കൈപ്പിടിയിൽ തളർന്നു കിടക്കുന്നവളുടെ ഓർമ്മയിൽ അവനൊന്ന് വിറച്ചുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു. ദിൽനയെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് ഓടി. ഒന്നുകൂടി അന്തിച്ചെന്നതിന് ശേഷം ഡെയ്സി അവന് പുറകെ ചെന്നു. മോളെ ദിലു, കണ്ണുറക്ക് മോളെ. താഴേക്ക് കുതിക്കുന്നതിനിടെ തന്നെ കൈകളിൽ വാടിത്തളർന്നു കിടക്കുന്ന ദിൽനയെ അവൻ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഡെയ്സി അവനൊപ്പം എത്താൻ വളരെ പാടുവിട്ടു. കാറിനരികിലെത്തി അവനൊന്ന് തിരിഞ്ഞു നോക്കി. അവനരികിലെത്തിയ ഡെയ്സി കിതച്ചുകൊണ്ട് ഡോർ തുറന്നുകൊണ്ട് അകത്തേക്ക് കയറിയിരുന്നു. വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ക്രിസ്റ്റി ദിൽനെ അവരുടെ മടിയിലേക്ക് കിടത്തി കൊടുത്തു. ഡ്രൈവിംഗ് ഡോർ തുറക്കും മുന്നെയാണ് അവൻ തന്റെ ഡ്രസ്സ് ശ്രദ്ധിക്കുന്നത്. ഡോർ വലിച്ചടച്ചുകൊണ്ട് വീണ്ടും അകത്തേക്ക് തന്നെ ഓടിക്കയറിപ്പോയവനെ ഡെയ്സി നിറഞ്ഞ കണ്ണോടെ നോക്കി.
മുറിയിലെത്തി ധൃതിയിൽ ഷർട്ടും പേഴ്സും ഫോണും എടുത്തുകൊണ്ട് അവൻ തിരികെ ഇറങ്ങി. വീണ്ടും എന്തോ ഓർത്തുകൊണ്ട് അകത്തേക്ക് തന്നെ കയറി കയ്യിലൊരു പുതപ്പുമായി ഓടിയിറങ്ങി. മറിയാമച്ചി! കൈകളുടെ പുതപ്പ് തോളിലിട്ട് ഷർട്ടിന്റെ ബട്ടൺ പിടിച്ചിടുന്നതിനിടെ അവൻ അടുക്കളയിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. എന്നതാടാ? അവന്റെ വിളിയിലെ മാറ്റം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഒറ്റ വിളിയോട് അവനരികിലേക്ക് എത്തിയ മറിയാമച്ചി അവനെ നോക്കി ചോദിച്ചു. മറിയാമച്ചി, ദിലുവിന് പനി, ഛർദിയുണ്ട്, ഹോസ്പിറ്റലിൽ പോവാ. അതും പറഞ്ഞുകൊണ്ട് അവൻ തിരികെ ഓടി. ഒറ്റയ്ക്കാന്നോടാ? അവന് പുറകെ ധൃതിയിൽ ചെന്നുകൊണ്ട് അവർ ചോദിച്ചു. അല്ല. അതും പറഞ്ഞവൻ ഡ്രൈവിംഗ് സൈഡിലെ ഡോർ തുറന്നു. അമ്മയുണ്ട്. ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞ പോലെയാണ് ഡെയ്സിക്ക് തോന്നിയത്. നിറഞ്ഞ കണ്ണോട് അവരുടെ ചുണ്ടുകളിൽ ശബ്ദമില്ലാതെ വന്നു. പൊതച്ചു കൊടുക്കുക, അവൾക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ടാവും. കൈകളുടെ പുതപ്പുറകിലേക്ക് നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. അപ്പോഴും ഡെയ്സിയെ നോക്കുന്നില്ല. വിറയലോടെ തന്നെ ഡെയ്സി അത് കൈ നീട്ടി വാങ്ങി. തൊട്ടടുത്ത നിമിഷം വെടിയുണ്ട പോലെ അവൻ കാറ് മുന്നോട്ടെടുത്തു. പോകും വഴി മറിയാമച്ചിയെ നോക്കി കൈവീശാനും മറന്നില്ല. പതിയെ പോമോനെ എന്ന് പറയണമെന്നുണ്ടായിരുന്നു ഡെയ്സിക്ക്. പക്ഷേ മടിയിൽ കിടന്ന് തുള്ളി വറക്കുന്നവൾ നോക്കി ആ സ്പീഡ് പോരെന്നാണ് തോന്നുന്നത്. ഇടയ്ക്കിടെ വേവലാതിയോടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ക്രിസ്റ്റിയുടെ മുഖത്തുള്ള ടെൻഷൻ ഡെയ്സിക്ക് അവനോട് അലിവ് തോന്നി. ഓർമ്മയുറച്ചയിൽ പിന്നെ വർക്കിയുടെ വാക്കുകൾ മനസ്സിലേറ്റി അവനെ കുറ്റപ്പെടുത്താനും പുച്ഛിച്ചു തള്ളാനും മാത്രം ഉത്സാഹം കാണിച്ചവൾക്ക് വേണ്ടിയാണ് അവൻ്റെ ഈ സമർപ്പണമെന്ന് ഓർക്കുമ്പോൾ വീണ്ടും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു. എനിക്കെൻ്റെ സ്വന്തം ചേട്ടനുണ്ടെന്നും എനിക്ക് അവനെ മാത്രം മതിയെന്നും ക്രിസ്റ്റിയുടെ കാര്യം പറയുമ്പോഴൊക്കെ വീമ്പ് പറഞ്ഞവളുടെ പ്രിയപ്പെട്ട ചേട്ടന് ദിലുവിന് പനിയുണ്ട്, ഹോസ്പിറ്റൽ പോകണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് 3-4 മണിക്കൂറായി കാണും. വർക്കിയപ്പിനെ വിളിച്ചിട്ട് കാര്യമില്ലെന്ന് വിളിക്കും മുന്നേ തന്നെ അറിയാമായിരുന്നു. ഡെയ്സി വിളിക്കുമ്പോൾ പരമാവധി അത് എടുക്കാതിരിക്കാൻ അയാൾ ശ്രമിക്കുമെന്ന് നല്ലതുപോലെ അറിഞ്ഞിട്ടും അത്രയും ആവശ്യത്തിലാണ് ദിലിനെന്ന് ഓർത്തും അറിയാതെ തന്നെ വിളിച്ചു പോവുകയായിരുന്നു. രാവിലെ മുതൽ താഴെ കാണാത്തവളെ തിരിഞ്ഞു മുകളിലേക്ക് കയറി നോക്കിയത് ഉച്ചയോടെയാണ്. രാവിലെ ആദ്യം ഇറങ്ങി വന്ന ഋഷിയോട് അവളെവിടെയെന്ന് ചോദിച്ചതുമാണ്. അവൾ എഴുന്നേറ്റിട്ടില്ല എന്നുള്ള ഒറ്റ മറുപടി അവൻ കഴിച്ചെഴുന്നേറ്റ് പോയി. അതിനിടയിൽ വർക്ക് എന്തൊക്കെയോ പറഞ്ഞുടക്കാൻ വന്നുകൊണ്ട് പിന്നെ അവളുടെ കാര്യം ഓർത്തില്ല. അസ്വസ്ഥമായി മുറിയിൽ തന്നെ കിടന്നുപോയി. ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയെന്ന് മറിയാമച്ചിയാണ് വന്ന് വിളിച്ചത്. കടന്നുപോയ സമയത്തെക്കുറിച്ച് അപ്പോഴാണ് ബോധം വന്നത്. അതിൽ പിന്നെയാണ് ദിലുവിനെയും കുറിച്ച് ഓർമ്മ വന്നത്. അവളുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ മൂടിപ്പൊതിച്ച് കിടക്കുന്നുണ്ട്. തൊട്ടു നോക്കുമ്പോൾ തീ പോലെ പൊള്ളുന്നു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നു പോയി. പെട്ടെന്ന് താഴെയെത്തി ഋഷിക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് ആ ദിലുവിന് ഒട്ടും വയ്യ, ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അലസമായി ഒന്ന് മൂളിയിട്ട് ഫോൺ വെച്ചിട്ട് പോയി. അടുക്കളയിൽ നിന്ന് ഇച്ചിരി കഞ്ഞിയുമെടുത്ത് മുകളിലേക്ക് വീണ്ടും കയറി ചെന്നു. അങ്ങേയറ്റം ആവശ്യമായിരുന്നതില്ല. താങ്ങി എഴുന്നേൽപ്പിച്ച് കഞ്ഞി കൊടുത്തു. അപ്പോൾ തുടങ്ങിയ ഛർദിയാണ്. പിന്നെ ഋഷിക്ക് വിളിച്ചിട്ട് ഫോൺ എടുത്തുമില്ല. അങ്ങനെയാണ് വർക്കിയെ വിളിക്കുന്നത്. അയാൾ ഫോൺ എടുക്കുന്നില്ലെന്ന് കണ്ടതും ആകെ തളർന്നു പോയിരുന്നു. വയറ്റിനുള്ളിൽ ഭക്ഷണമൊന്നും ഇല്ലാഞ്ഞിട്ടും ദിലിനെ നിർത്താതെ ഓക്കാനിക്കുന്നുണ്ടായിരുന്നു. പോരാത്തതിന് തുള്ളി വിറക്കുന്നത്ര പനിയും. വീണ്ടും ദിലിനെ ഓക്കാനിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ഡെയ്സി ക്രിസ്റ്റിയിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചത്. ഡെയ്സിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതോടെ ക്രിസ്റ്റിയുടെ കാലുകൾ വീണ്ടും ആക്സിലേറ്ററിൽ അമർന്നു. ഏയ് ഫൈസൽ മുഹമ്മദ്, ഹൗ ആർ യു മാൻ? എത്ര നാളായിട്ടൊന്ന് കണ്ടിട്ട്. സംസാരിക്കുന്നതിനിടയിലേക്ക് ഷാഹിദ് പെട്ടെന്ന് കടന്നു വന്നിട്ട് പറയുമ്പോൾ ഒരു നിമിഷം ഫൈസി തരിച്ചു പോയിരുന്നു. അവനെ ആ നിമിഷം അവിടെ അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് വിളറി വെളുത്ത മുഖം പറയുന്നുണ്ടായിരുന്നു. അറക്കൽ തറവാട്ടിലെത്തിയതാണ് ഫൈസി. ഇവിടെയുള്ള ഒരുവളെ കാണാഞ്ഞിട്ട് ചങ്കലങ്ങി നടക്കുന്നത് അവൻ്റെ പ്രിയപ്പെട്ടവരാണല്ലോ. അവൾക്ക് എന്തു പറ്റിയെന്ന് അറിയണം. അത് അവളുടെ വരവും കാത്തിരിക്കുന്ന ചങ്ങാതിയോട് പോയി അറിയിക്കണം. ഈ ഉദ്ദേശത്തിലാണ് അറക്കിലേക്ക് എത്തിയത്. ക്രിസ്റ്റിയോട് പോലും പറഞ്ഞിരുന്നില്ല ഇങ്ങോട്ടുള്ള വരവിൻ്റെ കാര്യം. ഒരു സർപ്രൈസ് പോലെ മുന്നിൽ ചെന്ന് നിന്നിട്ട് പറയുമ്പോൾ അവൻ്റെ മുഖം തെളിയുന്ന കാണണമെന്ന് മാത്രമായിരുന്നു ഈ ആഗ്രഹത്തിൻ്റെ പിന്നിൽ. എപ്പോൾ വേണേലും വന്നു കയറാവുന്ന ഒരു ബന്ധമുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ആലോചിക്കാൻ നേരെ ഇങ്ങ് പോരുകയായിരുന്നു. നിയാസ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഹമീദ് ആരെയോ കാണാൻ പോയിരുന്നു. ഇവിടേക്ക് തന്നെ തീരെ കാണുന്നില്ലെന്ന പരാതി തന്നെയായിരുന്നു ഫൈസി അവിടെ കൂടുതൽ കേട്ടതും. പെൺപടകളെല്ലാം അവനോട് വന്നിട്ട് വിശേഷം പറയുന്നുണ്ട്. അവരോടെല്ലാം അവനും വളരെ സൗഹൃദപരമായിട്ട് തന്നെയാണ് ഇടപെട്ടതും. സംസാരിക്കുന്നതിനിടെ ഫാത്തിമയെക്കുറിച്ചൊന്ന് അന്വേഷിക്കാമെന്ന് ഓർത്തവൻ്റെ മുന്നിലേക്കാണ് ഷാഹിദ് കടന്നു വന്നത്. ഏയ് എന്താടോ? ഫൈസിയുടെ തോളിലിടിച്ചുകൊണ്ട് ഷാഹിദ് വീണ്ടും ചോദിച്ചു. ഒന്നുമില്ലടാ, പെട്ടെന്ന് നിന്നെ കണ്ടപ്പോ വന്നു എന്നാരും പറഞ്ഞതുമില്ല. വിളറിയ മുഖം മറച്ചുകൊണ്ട് ഫൈസി പെട്ടെന്ന് ഷാഹിദ് നീട്ടിയ കൈയിലേക്ക് സ്വന്തം കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. ഷാഹിദ് കംപ്ലീറ്റ് വെറൈറ്റി ആണെന്ന് നിനക്കിനിയും മനസ്സിലായിട്ടില്ലടാ. മനോഹരമായ ചിരിയോടെ ഷാഹിദ് അവനോട് തിരികെ ചോദിച്ചു. ഇരിക്ക്. കസേര ചൂണ്ടി ഷാഹിദ് ഫൈസിയോട് പറയുന്നതിനൊപ്പം ഫൈസിക്കെതിരെ അവനിരുന്നു. എന്നിട്ട് പറ, എന്തുണ്ട് വിശേഷം? നീ വഴിയൊന്നും വരാത്തതാണല്ലോ. എന്തുപറ്റി? പെട്ടെന്നൊരു സന്ദർശനം. ഷാഹിദ് പെട്ടെന്ന് ചോദിച്ചപ്പോൾ അതിനവൻ എന്തുത്തരം കൊടുക്കുമെന്നറിയാ ഫൈസി ഇരുന്ന് വിയർത്തു.
കാലിന് വൈകി വീട്ടിലിരിക്കാൻ വേണ്ട, അല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ അങ്ങനെ ഒരുങ്ങിക്കിട്ട് നടന്നിട്ട് എന്ത് സുഖം എനിക്ക് കിട്ടുന്നു? സൂപ്പർവൈസർ ഉദയഭാനു ലില്ലിക്ക് മുമ്പിൽ നിന്നിട്ട് ഉറഞ്ഞു തുള്ളുകയാണ്. അവൾ ഒരു അക്ഷരം മിണ്ടാതെ തലതാഴ്ത്തിന്നതെല്ലാം കേട്ടു. വന്നു കയറി അന്ന് തുടങ്ങിയതാണ് അയാൾക്ക് ലില്ലിയെ കാണുമ്പോൾ ഒരു ചുരുക്ക്. അനാവശ്യമായി ലില്ലിയോട് ഒച്ചയിട്ട് സ്വന്തം പദവിയുടെ പൊങ്ങച്ചം കാണിക്കുന്നതിന് പുറമെ ദുർബലമായ ലില്ലിക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ ഭാരമേറിയ ജോലികളാണ് അവളെ ഏൽപ്പിക്കുന്നത്. വീട്ടിലെ അവസ്ഥ ഓർത്തിട്ടും ഇനി ഈ ജോലി കൂടിയില്ലാതെ മുന്നോട്ടെങ്ങനെ ജീവിക്കുമെന്നും ഓർക്കുമ്പോൾ എല്ലാം നിശബ്ദമായി സഹിക്കാനല്ലാതെ മറ്റൊന്നിനും ലില്ലിക്കുമായില്ല. സഹപ്രവർത്തകർക്ക് അവളോട് കാണിക്കുന്ന അനീതിയിൽ അങ്ങേയറ്റം അമർഷമുണ്ട്. അവളെ സഹായിക്കണമെന്നുമുണ്ട്. പക്ഷേ ഉദയഭാനുവിന് അവർക്കെല്ലാം ഭയമായിരുന്നു. ഷാനവാസിന്റെ ആത്മമിത്രമായ ഉദയഭാനു വിചാരിച്ചാൽ അവിടെ ഒരാളുടെ ജോലി നഷ്ടപ്പെടാൻ വലിയ പ്രയാസമൊന്നുമില്ലെന്ന് അവർക്കും അറിയാം. ഭാരമേറിയ ബോക്സ് താങ്ങി വയ്യാത്ത കാലുമായി ഞൊണ്ടി പോകുന്ന ലില്ലി അവർക്കുള്ളിലെ വേദനയായിരുന്നുവെങ്കിൽ ഉദയഭാനുവിന് അതൊന്നും സ്പർശിക്കാറുണ്ടായിരുന്നില്ല. എണ്ണി വാങ്ങുന്ന കാശിനോട് ആത്മാർത്ഥത വേണം പെണ്ണെ, അല്ലെങ്കിൽ ഇങ്ങനെ കൈവയ്യ കാൽവയ്യ എന്നൊക്കെ പറഞ്ഞ് മടി പിടിച്ചിരിക്കാൻ തോന്നും. പക്ഷേ ആ നമ്പർ എൻ്റെ അടുത്തേലാവുന്ന നീ വിചാരിച്ചുവെങ്കിൽ നിനക്ക് തെറ്റി. എവിടെ നിനക്ക് കാശിരുന്നുണ്ടെങ്കിൽ അത് മുതലാക്കാൻ എനിക്കറിയാം. അങ്ങനെ രക്ഷപ്പെട്ടു പോകാമെന്നൊന്നും എവിടെ ആരും കരുതണ്ട. ഉദയഭാനു ഇവിടെ ഉള്ളിടത്തോളം അത് നടക്കാനും പോകുന്നില്ല. കൂടി നിൽക്കുന്നവരെല്ലാം ഒന്നാകെ നോക്കിയിട്ടാണ് അയാൾ അത് പറയുന്നത്. അവരെല്ലാം സാതാപത്തോടെ ലില്ലിയെ നോക്കി. സമയം 8 മണിയോട് അടുത്തിട്ടുണ്ടാവും. വൈകുന്നേരം 7 മണിക്ക് മുന്നേ ഡ്യൂട്ടി ടൈം തീരേണ്ടതാണ്. ആ സമയമാണ് അയാൾ വന്നിട്ട് സ്റ്റോക്ക് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയത്. അവിടെ കൂടെ വേറെ 3-4 ആളുകളെ കൂടി അയാൾ വിളിച്ചിരുന്നു. ഭാരമേറിയ വലിയൊരു പെട്ടി ചൂണ്ടി അതെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ലില്ലി പകച്ചുപോയി. അവർക്കൊപ്പം വന്നവർ പോലും വളരെ പ്രയാസപ്പെട്ടാണ് അത് എടുത്തു വെക്കുന്നത്. ലില്ലി എത്ര ശ്രമിച്ചിട്ടും അതൊന്നും അനക്കാൻ കൂടി കഴിഞ്ഞില്ല. അപ്പോൾ മുതൽ തുടങ്ങിയതാണ് അയാളുടെ കവലപ്രസംഗം. അതൊരു സ്ഥാപനമാണെന്നും താൻ അവിടുത്തെ സൂപ്പർവൈസർ മാത്രമാണെന്നും മറന്ന് കൂടെ വന്നവർ അടിമകളും അയാൾ അവരുടെ ഉടമകളുമാണെന്ന രീതിയിലേക്ക് മാറിയിരുന്നു ഉദയഭാനുവിന്റെ ചെയ്തികൾ. നോക്കി ആ പെട്ടിയെടുത്ത് അവിടെ ചുമലേക്ക് വെച്ചു കൊടുക്കുക പ്രമോദേ. അങ്ങനെ അവള് മാത്രം ഇടിക്കായ പോരല്ലോ. ക്രൂരത നിറഞ്ഞൊരു നോട്ടത്തിൽ ലില്ലിക്കരികിൽ നിൽക്കുന്നവനോട് ഉദയഭാനു ആവശ്യപ്പെട്ടു. എന്താണ് നോക്കിക്കുന്നത്? താൻ ആവശ്യപ്പെട്ടിട്ട് അറച്ചു നിൽക്കുന്ന പ്രമോദിനെ നേരെ അയാൾ തുറിച്ചു നോക്കി. അത് വേണോ സാറേ? അവർക്ക് താങ്ങാനുള്ള ശേഷിയൊന്നുമില്ല, വെറുതെ ബുദ്ധിമുട്ടിക്കണം. പ്രമോദ് ലില്ലിയെ നോക്കിയിട്ട് പറഞ്ഞു. അല്ല, ഇവിടെ ഞാനാരാ? ഉദയഭാനുവിന്റെ മുഖം ചുവന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. ആർക്കും അറിയില്ലേ ഞാനിവിടുത്തെ ആരാണെന്ന്? ആരാടി? ദേഷ്യം സഹിക്കാൻ വയ്യാതെ അയാൾ ലില്ലിക്ക് മുമ്പിലെത്തി. സൂപ്പർവൈസർ. ലില്ലി വിറച്ചുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ നീയൊക്കെ പറയുന്ന കേൾക്കാനുള്ള പൊട്ടനല്ലോ. അയാൾ ചുറ്റും നോക്കി. ഞാൻ പറയും, നിങ്ങൾ അനുസരിക്കും. ആരും എന്നെ പഠിപ്പിക്കാൻ വരരുത്. വന്നാ പിന്നെ വീട്ടിലിരിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. വിരൽ ചൂണ്ടിക്കണ്ട അയാൾ ഓർപ്പിച്ചു. ഞങ്ങൾ ചെയ്തോളാം സാർ, ലില്ലിയുടെ ജോലി കൂടി. കൂട്ടത്തിലുള്ള ലേഖ പറഞ്ഞു. ഉദയഭാനു അവർക്ക് നേരെ കണ്ണുരുട്ടി. ആ പേട്ടി എടുത്തിട്ട് ഇവിടെ തോളിൽ വെച്ച് കൊടുക്ക്. ആജ്ഞാപിക്കുന്ന പോലെ ഉദയഭാനു ലില്ലിയുടെ നേർക്ക് ചൂണ്ടി. വീണ്ടും അടിച്ചു നിന്ന ലേഖയെ അയാൾ ഉറക്കെ ചീത്ത വിളിച്ചു തുടങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.